കേരള സർവകലാശാലയ്ക്കെതിരെയുള്ള സംഘപരിവാർ വെല്ലുവിളികളെ അതിശക്തമായി നേരിടുമെന്ന് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ. കേരള രജിസ്ട്രാറെ വ്യക്തിഹത്യ ചെയ്ത് ഒറ്റപ്പെടുത്തി ആക്രമിച്ചും ഇല്ലാതാക്കാനുള്ള സംഘപരിവാർ കള്ളക്കഥകളെ അവജ്ഞയോടെ തള്ളിക്കളയണം. എസ് ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഷീജ, ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നിലപാട് എന്താണ്? രാജ്ഭവന് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് കേരള VC, അതും രജിസ്ട്രാർക്കെതിരെ ഗവർണറോട് അനാദരവ് കാണിച്ചു എന്നാണ് റിപ്പോർട്ടിലുള്ളത്. തീർച്ചയായും വിനിഷ, അത്തരത്തിലൊരു റിപ്പോർട്ട് VC രാജ്ഭവന് കൈമാറിയ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ശക്തമായ വിയോജിപ്പുമായി ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ രംഗത്തെത്തിയിരിക്കുന്നത്. കാരണം അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട പരിപാടിക്കായി കേരള സർവകലാശാല സെനറ്റ് ഹാൾ ബുക്ക് ചെയ്തവർ അത് സർവകലാശാലയിൽ സൃഷ്ടിച്ച സംഘർഷ സാഹചര്യത്തിനെതിരെ നിയമ നടപടി സ്വീകരിച്ച രജിസ്ട്രാറെ അദ്ദേഹത്തെ വ്യക്തിഹത്യ ചെയ്യും വിധം ഒറ്റപ്പെടുത്തി ആക്രമിച്ചും ഇല്ലാതാക്കുക എന്നുള്ളതാണ് സംഘപരിവാർ ലക്ഷ്യമിടുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട്. അതിനെ അവജ്ഞയോടെ തള്ളിക്കളയണം എന്നുള്ള കാര്യം തന്നെയാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ വ്യക്തമാക്കുന്നത്. നിർഭാഗ്യവശാൽ സർവകലാശാല നേതൃത്വത്തിൽ ചിലർ തന്നെ സംഘപരിവാറിന്റെ അജണ്ട നടപ്പാക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടത്തുന്നതായി ആരോപണം ഉയർന്നിരുന്നു. കേരള സർവകലാശാലയിൽ വല്ലപ്പോഴും മാത്രം അവതരിച്ച് നിലവാരമില്ലാത്ത രാഷ്ട്രീയ നാടകങ്ങൾക്ക് ചുക്കാൻ പിടിക്കുകയും ഇത്തരത്തിലുള്ള തെറ്റായ പ്രവണതകൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്നതിലെ ദയനീയമായ നിലവാര തകർച്ച അതാണ് ബന്ധപ്പെട്ടവർ ഇപ്പോൾ തിരിച്ചറിയേണ്ടതാണ്. അതാണ് നടക്കുന്നത് എന്നുള്ള കാര്യം തിരിച്ചറിയണം എന്നുകൂടിയാണ് ആവശ്യപ്പെടുന്നത്. ഏതായാലും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും എന്നുള്ള കാര്യം കൂടിയാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി, ഷീജയാണ് വിശദാംശങ്ങൾ തിരുവനന്തപുരത്ത് നിന്നും പങ്കുവച്ചത്.